ഇന്ന് നമുക്ക് ഓഫായി. കുറേ നേരം കടന്നുറങ്ങിയിട്ട് ആകെ ഒരു ക്ഷീണം. ഒരു കാപ്പി കുടിച്ചാലോ? ഷിപ്പിലെങ്ങനെ കാപ്പി ഉണ്ടാക്കാമെന്ന് കാണിച്ചത്. നമുക്ക് കോഫി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ മെസ് റൂം പോകണം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കൺട്രോൾ റൂമിൽ പോകണം. അപ്പോൾ നമ്മൾ മെസ് റൂമിൽ അധികം കോഫി ഉണ്ടാക്കാറില്ല. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ഉണ്ടാക്കാം. പക്ഷേ നമ്മുടെ ഡോക്ടർ കോഫി മെഷീൻ വരുന്നത് കൺട്രോൾ റൂമിലാണ്. അപ്പോൾ നമ്മൾ കൺട്രോൾ റൂമിൽ പോയിട്ടാണ് ഇന്ന് കോഫി ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് സ്റ്റെയറാണ്. സ്റ്റെയർ ഇറങ്ങിയിട്ട് ഏറ്റവും താഴെ പോയാലാണ് കൺട്രോൾ റൂമുള്ളത്. അവിടെ പോയിട്ട് വേണം നമുക്ക് കോഫി ഉണ്ടാക്കാൻ. ഇതാണ് നമ്മുടെ എൻജിൻ റൂമിൻ്റെ എൻട്രൻസ്. എൻജിൻ റൂമിൻ്റെ എൻട്രൻസ് കഴിഞ്ഞിട്ട് ഉള്ളിൽ കയറിയിട്ട് വേണം, ഉള്ളിലാണ് നമ്മുടെ കൺട്രോൾ റൂം വരുന്നത്. കൺട്രോൾ റൂമിലാണ് എൻജിൻ റൂമിൻ്റെ ഫുള്ള് കൺട്രോൾ മെഷീനറീസിൻ്റെ എല്ലാ കൺട്രോളും സ്വിച്ചും ഓൺ ഓഫ് സ്വിച്ചും എല്ലാ പാനലും എല്ലാം വരുന്നത് കൺട്രോൾ റൂമിലാണ്. കൺട്രോൾ റൂമിൻ്റെ ഉള്ളിലാണ് നമ്മുടെ കോഫി മെഷീൻ. ഈ കാണുന്നതാണ് നമ്മുടെ കൺട്രോൾ റൂം. ഇത് എല്ലാ മെഷീനറിയുടെയും പാനലാണ് ഈ കാണുന്നത്. ഇതിലെല്ലാം ആംസ്, പ്രഷർ, ടെമ്പറേച്ചർ എല്ലാം നമുക്ക് അവിടെ നോക്കി കാണാൻ വേണ്ടി പറ്റും. ഇതാണ് നമ്മുടെ ഡോക്ടർ കോഫി മെഷീൻ. നമ്മുടെ കോഫി കപ്പ് വെക്കുന്നു. നമുക്ക് ഏത് കോഫിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ചൂസ് ചെയ്യുന്നു. കോഫി ബീൻസിൻ്റെ ട്രേ എംപ്റ്റി ആയിരുന്നു. ഇപ്പോൾ നമ്മൾ കോഫി ബീൻസ് ഫില്ല് ചെയ്ത്, എന്നിട്ട് അത് കോഫി ബീൻസ് ഫില്ല് ചെയ്തില്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ അലാം കാണിക്കും. ഫില്ല് ചെയ്തിട്ട് അതിൻ്റെ ക്യാപ്പ് ഫില്ല് ചെയ്യുക, എന്നിട്ട് കോഫി എടുക്കുക. ഇതിലേത് ടൈപ്പ് കോഫി വേണമെങ്കിലും എടുക്കാം. എക്സ്പ്രസോ വിത്ത് മിൽക്ക്, അമേരിക്കാനോ, കോഫി ലേട്ട്, ഏത് ടൈപ്പ് വേണമെന്ന് ഡോക്ടറോട് പറഞ്ഞിട്ട്, ഡോക്ടർ കോഫിയാണ് നമ്മൾ ഡോക്ടറിനെ വിളിക്കുക, ഡോക്ടറോട് പറഞ്ഞിട്ട് കപ്പ് താഴെ വെച്ചാൽ മതി. പിന്നെ നമ്മൾ കോഫി എടുത്തിട്ട് നമ്മുടെ സ്ഥിരം സ്പോട്ട്, നമ്മുടെ റൂമിൻ്റെ ഔട്ട് സൈഡാണ്, ബാൽക്കണി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇവിടെ വന്ന് ഇരുന്നിട്ടാണ് നമ്മളിപ്പോഴും കോഫി കുടിക്കുക. ഓഫുള്ള ടൈമിലൊക്കെ, അല്ലാത്ത സമയത്തിലൊക്കെ നമ്മൾ കൺട്രോൾ റൂമിൽ നിന്ന് തന്നെയാണ് കോഫി കുടിക്കാറ്. ഇപ്പോൾ നമ്മൾ ലോഡിംഗ് ബോട്ടിലാണ്, ലോഡിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഹാച്ച് കവർ ഓപ്പൺ ആക്കിയിട്ട് കാർഗോ ഹോൾഡ് കാണാൻ പറ്റുന്നത്. 18 മണിക്കൂറാണ് നമ്മുടെ ലോഡിംഗ് ടൈം. 18 മണിക്കൂർ കഴിഞ്ഞ് ഷിപ്പ് പോർട്ടിൽ നിന്ന് എടുത്തിട്ട് അടുത്ത ബോട്ടിലേക്ക് പോകും. കാറ്റ്, വേവ്സിൻ്റെ സൗണ്ട്, പിന്നെ നമ്മുടെ ഗുഡ് ഡേ ബിസ്ക്കറ്റ്, പിന്നെ നമ്മുടെ കാപ്പിച്ചീനോ. അപ്പോൾ എത്രയേ ഉള്ളൂ ഇന്നത്തെ ദിവസം. ഓക്കെ, ബൈ.